കോഴിക്കോട് ജില്ലയിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുമല്ല സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ തീരാനും മമ്പുറത്തേക്ക് വണ്ടി കയറി വരേണ്ട ആവശ്യം എന്താണ്? മടവൂരിലേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ്? ഉള്ളാളത്തേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ്? പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താനുള്ള 3 സ്ഥലങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്ന് മക്കത്താണ്. ഒരു വഖ്ത് നിസ്കാരത്തിന് 1 ലക്ഷം ഇരട്ടി കൂലി അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മദീനത്താണ്, മസ്ജിദ് നബവിയിലാണ്. ഒരു വഖ്ത് നമസ്കാരത്തിൽ 1000 ഇരട്ടി കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസാണ്, മസ്ജിദുൽ അഖ്സയാണ്. ഇതല്ലാത്ത ഒരു സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം പ്രതീക്ഷിച്ചുള്ള ഒരു യാത്ര പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ 4 മൂലകളിൽ നിന്നും ഈ പറയുന്ന മമ്പുറത്തേക്കും ഈ പറയുന്ന മടവൂരിലേക്കും ഈ പറയുന്ന ഉള്ളാളത്തേക്കുമെല്ലാം വരുന്നത് എന്താണ്? വെറുതെ പണം നഷ്ടം, അധ്വാന നഷ്ടം, ഊർജ്ജം നഷ്ടം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വീടിന്റെ ഉള്ളിൽ നിസ്കാരപ്പായിലിരുന്ന് തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവേ എനിക്ക് ഇത്ര പ്രയാസങ്ങളുണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വിളിയും ആ മനുഷ്യന്റെ തേട്ടവും ആ മനുഷ്യന്റെ അർത്ഥനയും കേൾക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെയും തരുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പഠിച്ചത്, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രം അറിയുന്നവൻ നാം തന്നെയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ജീവനാടിയേക്കാൾ അവനോടടുത്ത് നിൽക്കുന്നവൻ നാം തന്നെയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാമാണ് അവനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.